ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഈ യൂസർ ഡാറ്റ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പഠിക്കുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മൊബൈലിൻ്റെ റിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ യൂസർ ഡാറ്റ എന്നുള്ളതാണ്. യൂസർ ഡാറ്റയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ലോക്കുകൾ. അതായത് സ്ക്രീനിൽ എത്രയോ ലോക്ക് വരുന്ന ഈ ലോക്ക് സാറിന് പാറ്റേൺ വരാനുണ്ട്, പിന്ന് വരാനുണ്ട്, അങ്ങനെ ഫിംഗർ വരാനുണ്ട്. അങ്ങനെ ഏത് ലോക്കായാലും ലോക്കുകളെല്ലാം ഈ യൂസർ ഡാറ്റയുടെ പരിധിയിൽ വരുന്ന കേസുകളാണ്. പിന്നെ വരുന്ന കേസുകളാണ് നമ്മുടെ ഫോണുകളിലൊക്കെ ഉള്ള ഈ ആപ്ലിക്കേഷനുകൾ. ഈ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായാലും അല്ലാത്ത ഇൻറ്റേർണൽ മീഡിയയിലുള്ള ആപ്ലിക്കേഷനുകളും യൂസർ ഡാറ്റയിലുള്ള അതിൻ്റെ പരിധി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ യൂസർ ഡാറ്റ ഫാക്ടറി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഓണായി വരുമ്പോൾ ലോഗോ വന്ന് സ്റ്റക്കായി നിൽക്കുന്ന പ്രശ്നം ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത് ഈ യൂസർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫയലാണ്. ആ ഫയലിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈസ് അങ്ങനെ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ചിപ്സെറ്റിനെ ആശ്രയിച്ചും പിന്നെ മോഡൽ ഏതാണ് ബ്രാൻഡ്, അതൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഫയലിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ സാധാരണ യൂസർ ഡാറ്റ ഇങ്ങനെ കറപ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കറപ്റ്റഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം ഈ യൂസർ ഡാറ്റ കൊണ്ടുവരാനായിട്ട് ഇതൊന്ന് ശരിയാക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യം ഫുൾ ഫ്ലാഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ യൂസർ ഡാറ്റ എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.